എന്ത് സമ്മതില്ല നായ്ക്കളെ സംരക്ഷിക്കുന്ന ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനത്തിന്റെ വാർത്തയാണെന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അയാളും ഈ സിജോയും കൂടെ ചേർന്ന് അവരെ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ പാൻറ് വലിച്ചു കീറി അവരുടെ ദേഹത്ത് പിടിച്ച് ഞെക്കി അവരെ ഒരുപാട് ഉപദ്രവിച്ചു. അവരുടെ ഷാള് വലിച്ചൂരുകയും ചെയ്തു. അവരുടെ മതിലുകളൊക്കെ കഴിഞ്ഞ ദിവസം ഇടിച്ചു പൊളിച്ച് കളഞ്ഞതാണ് ഈ നാട്ടുകാർ. ഇത് കണ്ടാൽ യു പിയിലാണോ ഈ സംഭവം നടക്കുന്നത് എന്ന് ആരാണെങ്കിലും ചോദിച്ചു പോകും. ആ രീതിയിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഗുണ്ടുകൾ വലിച്ചെറിയും. വീടിനകത്തേക്ക് ഗുണ്ടുകൾ. എൻ്റെ കുറേ ആനിമൽസ് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്ന ഇരിപ്പിൽ തന്നെ ഡെഡ്. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരു SI ചേച്ചി ഇവിടെ വന്നപ്പോഴത്തേനും ഇവർ അടിച്ചു തീർക്കാൻ വന്ന് ചേച്ചി അതിന് മുമ്പ് അടിക്കുന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ ഒരു SI പറയാം ഓടി നിന്റെ പണി പോയി നോക്കെന്ന് പറഞ്ഞ് അവരെ ഓടി. വീണ ഇല്ലാത്ത സമയത്ത് ഇത് ചെയ്യുന്നു. വീണ ഇല്ലാത്ത സമയത്താണ് ഈ അതിക്രമിച്ച് കയറുന്നത്. പോലീസ് ഉൾപ്പെടെ നിൽക്കുകയാണ് ഈ അതിക്രമം നടക്കുന്നത്. സത്യമായിട്ട് ഇത് ഹൈക്കോടതി കേസ് നടക്കുന്നതുമാണ്. ബേസിലെന്ന് പറയുന്നവരാണ് ഇതിനകത്ത് കയറി ചെയ്തിരിക്കുന്നത്. നാട്ടുകാരും പോലീസുകാരും നോക്കൂത്തികളായിട്ട് നിൽക്കുന്നുണ്ട്. പോലീസുകാർ നിൽക്കുകയാണ് ഇത്ര അക്രമം നടത്തിയെടുത്ത്. ഞങ്ങൾ ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ പ്രൊട്ടക്ഷൻ തരുമോ? ഇതുവരെ അടിച്ചു കൊല്ലുമോ? ഉമ്മാരെല്ലാം കൂടെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? വല്ല ഒന്നും പറയാൻ പറ്റില്ല. ഒരുത്തനും അമിട്ടിടുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ ഇവർക്ക് വേണ്ടിയാ മരിച്ചാലും ഇവർക്കൊപ്പം തന്നെ. അത്രേ ഉള്ളൂ. 4 മണി വരെ എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു എൻ്റെ തലേന്ന്. എല്ലാവരും ക്രിമിനൽസാണ്. ഒരു പോലീസ് സ്റ്റേഷനും ഒരു MLA ആണെങ്കിലും വാർഡ് മെമ്പർ ആയാലും ഇവിടുത്തെ നാട്ടുകാരായാലും അതൊരു പ്രത്യേകതരം രാജ്യമാണ്. ഞാൻ ആരുടെ ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടല്ല. ഞാൻ പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന പൈസ എടുത്തിട്ടാണ് ഇവരെ ഇത്രയും പേരെ നോക്കുന്നത്. ഇത് ഗവൺമെന്റിന് നോക്കിക്കൂടെ? ഇവിടെ ഒരുപാട് ഒഴിഞ്ഞ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഗവൺമെന്റിന്റെ കിടപ്പുണ്ടല്ലോ. സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും വന്ന് കാലത്തും വൈകിട്ട് തന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ എന്തോ ചെയ്യേണ്ടത്? നമസ്കാരം. നായ്ക്കളെ സംരക്ഷിക്കുന്ന ഒരു യുവതിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനത്തിൻ്റെ വാർത്തയാണെന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വീണ ജനാർദ്ദനൻ എന്ന നായ്ക്കളെ സംരക്ഷിക്കുന്ന യുവതിക്കാണ് നാട്ടുകാരുടെ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ മതിലുകളൊക്കെ കഴിഞ്ഞ ദിവസം ഇടിച്ചു പൊളിച്ച് കളഞ്ഞതാണ് ഈ നാട്ടുകാർ. ഇത് കണ്ടാൽ യു പിയിലാണോ ഈ സംഭവം നടക്കുന്നത് എന്ന് ആരാണെങ്കിലും ചോദിച്ചു പോകും. ആ രീതിയിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇത്തരത്തിൽ ഒരു ക്രൂരമായ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. ഈ ചുറ്റുമതിലെല്ലാം 6ഓളം നാട്ടുകാർ ചേർന്നിട്ട് കുത്തിപ്പൊളിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ വീട്ടിൽ 60ഓളം നായ്ക്കളെയാണ് വീണ ജനാർദ്ദനൻ സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ നാട്ടുകാരൊക്കെ വലിയ പ്രശ്നത്തിലായിരുന്നു. ഈ നായ്ക്കളുടെ കുരയും ഇവിടെ നിന്ന് ദുർഗന്ധമൊക്കെ വരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അവർ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനയൊക്കെ നടത്തിയെങ്കിലും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്ന കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അവിടുന്ന് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. മറ്റൊരു സ്ഥലം കിട്ടാതിരുന്നതോടു കൂടിയിട്ടാണ് ഇത്തരത്തിൽ പോകാൻ കഴിയാതിരുന്നത്. ഇതോടുകൂടി നാട്ടുകാർ പ്രകോപിതരായി കുന്നത്തുനാട് MLA നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ തടിച്ചുകൂടുകയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ 2 ദിവസമായി ഇവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. വീണ ജനാർദ്ദനെ വീട്ടിൽ കയറി കമ്പിവടി ഉപയോഗിച്ച് തലയടിച്ച് പൊട്ടിച്ചു. അതിനുശേഷം പിന്നീട് കഴിഞ്ഞ ദിവസം ഈ വീടിൻ്റെ മതിലടക്കം തല്ലിപ്പൊളിക്കുകയും ഫെൻസിംഗ് ഒക്കെ വലിച്ചിളക്കി കളയുകയും വീടിന് നേരെ കല്ലെറിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വീണ ജനാർദ്ദനൻ പറയുന്നത്. വീണ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. വീണ, എന്താണ് ഈ ആളുകൾ ഇത്തരത്തിൽ നിങ്ങളോട് പെരുമാറാനുള്ള കാരണം? ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന 2ാമത്തെ ദിവസം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. നമ്മൾ വേറെ ഇവിടെ ഇവരുടെ അടുത്ത് 50 സെൻറ്റ് സ്ഥലവും വീടുമാണ് വാടകയ്ക്ക് എടുത്ത് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവർ 50 സെൻറ്റ് സ്ഥലം നമ്മൾക്ക് തന്നിട്ടില്ല. ഈ വീടും മുറ്റവും മാത്രമാണ് ഇവർ മറിച്ച് ഞാൻ അവിടുന്ന് വിട്ടു പോരുകയും ചെയ്തു. എനിക്ക് പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം ഡോഗ്സിന് വീട് കിട്ടാൻ പാടാ. നമ്മൾ ഇവരോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡോഗ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീടെടുത്തിട്ടുള്ളത്. അപ്പോൾ വന്നപ്പം മുതൽ ഈ അടുത്ത വീട്ടിൽ സിജോയും ഇവിടെ പഞ്ചായത്ത് ജോലി ചെയ്യുന്ന പ്രവീൺ എന്ന് പറയും, ഇവർ 2 പേരുമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞാനിവിടെ വന്ന ആ സമയങ്ങൾ തൊട്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ചില്ലടിച്ച് പൊട്ടിക്കുക, ടയർ കുത്തി കീറുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വന്ന അന്ന് മുതലുള്ള ഉപദ്രവങ്ങളാണ് തുടങ്ങിയത്. പിന്നീട് ഇപ്പോൾ മാർച്ചിൽ MLA നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അതെ, മാർച്ചിൽ 5-ാം തീയതി ആൾക്കാർ വന്നു. ഇവിടെ വന്ന് നിന്നിട്ട് പോയതേ ഉള്ളൂ. കാര്യം ശ്രീനിജൻ MLA ആണ് ഇവിടുത്തെ MLA. അപ്പോൾ MLA വന്ന് ഇവിടെ അടിച്ചു പൊട്ടിക്കാൻ കൊടുത്തതിന് അതിനുശേഷമാണ് ഇത്ര അക്രമം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ശ്രീനിജൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്ര അക്രമം. അന്ന് ആ പ്രശ്നത്തിന് ശേഷം പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാ 2 ദിവസം മുമ്പാണ്? എല്ലാ ദിവസവും പ്രശ്നങ്ങൾ, ഓരോ രീതിയിലും പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനുശേഷം സ്ഥിരമായിട്ട് ഗുണ്ടുകൾ വലിച്ചെറിയും. വീടിനകത്തേക്ക് ഗുണ്ടുകൾ. എൻ്റെ കുറേ ആനിമൽസ് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്ന ഇരിപ്പിൽ തന്നെ ഡെഡ്. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
അവർ CPR കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ ഇതൊക്കെ കാര്യം ഇവർക്ക് ഇത്ര സൗണ്ട് പറ്റില്ല. പിന്നെ പൈപ്പ് അടിച്ച് പൊട്ടിക്കൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഇപ്പോൾ ഇവിടെ വെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഈ ചേച്ചിയുടെ മോള് സ്കൂളിൽ ഇത് പഠിക്കുന്നത്. അപ്പോൾ അത് ഇവരുടെ ആങ്ങളെ മരിച്ചു പോയിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഫുഡ് മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഇവർ വന്ന് ഗേറ്റ് ആണെങ്കിൽ അപ്പം ഞാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോയ ഇവിടെ ആളില്ലെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഓടാമ്പലിട്ടു. കാര്യം അതൊന്നും ആരും. അപ്പോൾ ഇവർ വന്ന് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഇവന്മാരെന്തെങ്കിലും ഇവർ ക്രിമിനൽസാണ് ചെയ്യുമെന്നറിയാം. അപ്പോഴത്തേനും ഇവർ ഗേറ്റ് തുറന്നപ്പോൾ ഒരാൾ പുറത്തിറങ്ങി. എന്നിട്ട് കുറച്ച് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞൊരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ എന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ പ്രസന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഡോഗ്സ് 19 പേര് പുറത്താണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ പട്ടികൾ എല്ലാം അകത്ത് തന്നെ ഉണ്ട്. കാര്യം ഇവർ തുറന്നപ്പോൾ പട്ടികൾ പുറത്തായിട്ട് പേടിച്ചിട്ട് ഇവർ ഗേറ്റ് വലിച്ചടച്ചിട്ടുണ്ട്. ഒരാളെ ഇറങ്ങിയിട്ടുള്ളൂ, വേറെ ആരും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേന് പോലീസുകാരുണ്ട്, കൺട്രോൾ റൂമിൽ നിന്ന് ആളുണ്ട്. അത് അബ്ദുൾ റഹ്മാൻ ഇവിടെ ഡ്യൂട്ടിയിലുള്ളതെന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ അന്നത്തെ പ്രശ്നം ഇത് ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് ഇവിടെ വരുന്ന അയാൾ ഡ്യൂട്ടിയിലുള്ളതെന്ന്. അയാളും പിന്നെ SHO ഉണ്ട് സുനിൽ തോമസ്, ഇവരുമല്ല ഇവിടെ നിന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് പ്രശ്നം നടക്കുന്നത് സാജിദ എന്ന പേരുള്ള പഴയ വാർഡ് മെമ്പറുണ്ട്, അവരുടെ നേതൃത്വത്തിൽ. അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. എല്ലാ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. അപ്പോൾ ഇവിടെ ഇത്രയും പേരുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴത്തേന് ഇവിടെ പെട്ടെന്ന് കറണ്ട് ഓഫ് ചെയ്തിട്ട് വലിയ തടി കഷ്ണമാണോ കമ്പിയാണോ അത് വെച്ചിട്ട് എൻ്റെ തലയടിച്ച് അപ്പം തന്നെ എനിക്ക് നല്ല ബ്ലീഡിങ് ആയി. എൻ്റെ ഫുള്ള് ഡ്രസ്സ് മുഴുവൻ ബ്ലഡായി. ചേച്ചിയെ മടിച്ചു, എന്നെ ഓടി വന്ന് ഒരുത്തം തൊഴിച്ചു. എൻ്റെ ഫോൺ പിടിച്ച് മേടിക്കാൻ നോക്കി. ഫോണ് അപ്പോൾ എൻ്റെ മാന്തിയതാണ്, തന്നെ എൻ്റെ കൈയെല്ലാം മുറിവായിട്ടുണ്ട്. ഫോൺ ഞാൻ കൊടുത്തില്ല. അപ്പോൾ ഇവരടിച്ചവരെല്ലാം എനിക്കറിയാം. പോലീസുകാർ തൊട്ടടുത്ത് 1 മീറ്റർ ദൂരത്തിൽ പോലും അല്ല പോലീസുകാർ നിന്നിട്ടുള്ളത്. അവരുടെ മുമ്പിലിട്ട് അടിച്ചിട്ട് അവർ ഒരാൾ പോലും വന്നിട്ട് തടസ്സം ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഒരു SI ചേച്ചി ഇവിടെ വന്നപ്പോഴത്തേനും ഇവർ അടിച്ചു തീർക്കാൻ വന്ന് ചേച്ചി അതിന് മുമ്പ് അടിക്കുന്നതിന് മുമ്പ് പറഞ്ഞപ്പോൾ ഒരു SI പറയാം, പോടി നിൻ്റെ പണി പോയി നോക്കെന്ന് പറഞ്ഞ് അവരെ ഓടിച്ചിട്ട്. ഈ വീഡിയോ എല്ലാം നമ്മുടെ കയ്യിലുള്ളതാണ്. പോലീസുകാർ നിൽക്കുകയാണ് ഇത്ര അക്രമം നടത്തിയെടുത്ത്. ഞങ്ങളിനി എങ്ങനെയാണ് ജീവിക്കുന്നത്? എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ പട്ടിക്കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം വെച്ചിരിക്കുന്നത്. 4 മണി വരെ ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് എൻ്റെ തലേന്ന്. ഞാൻ പോയില്ല ഹോസ്പിറ്റലിൽ. കാര്യം പോലീസുകാർ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയുക, ഞാൻ പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോകാൻ, എന്നാൽ നിങ്ങൾ വേണം ഹോസ്പിറ്റലിൽ പോകാം, അല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. അല്ല പിന്നെ വന്നിട്ട് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ പ്രൊട്ടക്ഷൻ തരുമോ? ഇതുവരെ അടിച്ചു കൊല്ലുമോ? ഉമ്മാരെല്ലാം കൂടെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? വല്ല ഒന്നും പറയാൻ പറ്റില്ല. ഒരുത്തന്നെ അമിട്ടിടുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ ഇവർക്ക് വേണ്ടിയാ, മരിച്ചാലും ഇവർക്കൊപ്പം തന്നെ, അത്രേ ഉള്ളൂ. 4 മണി വരെ എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു എൻ്റെ തലേന്ന്. എന്നിട്ട് ഞാൻ ഇന്നലെ രാവിലെ സജിത്ര ചേച്ചിയെ വിളിച്ചിരുത്തിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹൈക്കോടതിയിൽ ഓടിക്കയറാൻ വേണ്ടി പോയതാണ്. കാര്യം ഈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ SP യെ വിളിച്ചു, തലയ്ക്ക് അടിയേറ്റിട്ട് SP യെ വിളിച്ച് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് തലയടി ബ്ലീഡിങ് ആണ്. ഇവിടെ അപ്പോൾ ഇവർ പറഞ്ഞ് പോലീസിലറിയാം. ഞാൻ പറഞ്ഞു കുന്നത്തുനാട് പോലീസ് ഓൾറെഡി അവർ ക്രിമിനൽസ് ആണെന്ന് നമുക്കറിയാമല്ലോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കുന്നത്തുനാട് പോലീസിലുള്ളത് ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേന് ആ ഹേമലത എന്ന് പേരുള്ള മാഡം കോൾ കട്ട് ചെയ്തു. ഞാൻ എത്ര കോൾ വിളിച്ചെന്ന് എൻ്റെ ഫോണിൽ ഞാൻ കോൾ ഹിസ്റ്ററി കാണിച്ചുതരാം. അവർ പിന്നെ ഒറ്റ കോൾ വരും, കട്ട് ചെയ്ത് കളയല്ല, ഒരു കോൾ പോലും അവർ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എവിടെ പോകണം? ഞാൻ പിന്നെ ഇന്നലെ രാവിലെ ഈ ചോര ഒലിപ്പിച്ച് ഹൈക്കോടതി ഓടിക്കയറാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു പോലീസുകാരനെ തടഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അവരെല്ലാം കൂടെ പിങ്ക് പോലീസ് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഡ്രസ്സ് ചെയ്തതും എടുത്തതും ഒക്കെ. ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടിയത്? ഇങ്ങനെ ഇത്ര ദ്രോഹിക്കാൻ ഞാനെന്ത്? ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്നവർക്ക് ഇവർ കൊടുക്കുന്ന പോലീസ് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അറിയാമല്ലോ. എങ്ങനെ അവരുടെ ദേഹത്ത് ഒരു മണ്ണ് നുള്ളിയിടാൻ സമ്മതിക്കുമോ നാട്ടുകാരുടെ? അവരെങ്ങനെ കൊണ്ടുവന്നത്? ആകെ 5 6 പോലീസേ കാണുകയുള്ളൂ, അല്ലെ 10 പേര്. 10,000-കണക്കിന് ആൾക്കാർ തടിച്ചു കൂടുന്നിടത്ത് അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ എന്തോ? ഞങ്ങൾ അതിലും വരെ ക്രിമിനലാണോ? എനിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ആക്ടിവിറ്റി ഉള്ള ആളല്ല. എൻ്റെ പേരിലുള്ള കേസുകളും എല്ലാം നായ്ക്കൾക്ക് എവിടെയും ഫുഡ് കൊടുക്കാൻ പറ്റാത്ത തൃക്കാക്കര ഒരു SHO ഉണ്ട്, സുധീർ എന്ന് പേരുള്ളത്. ഞാൻ അവിടെ ഫുഡ് കൊടുത്തപ്പോൾ 3 FIR എൻ്റെ പേര് ഞാൻ വേസ്റ്റ് ഇടുന്നെന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. വേസ്റ്റാണെന്ന് അവർ പ്രൂഫ് ചെയ്തോ? ഞങ്ങളെന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ? ഞങ്ങൾക്ക് ഒരിടത്തൊന്നും നീതിയില്ല. ഇന്നലെ പിന്നെ ഞാനിവിടെ രാത്രിയിൽ ഞാൻ വണ്ടി കൊണ്ടുവന്നില്ല. കാര്യം എൻ്റെ വണ്ടി ഇവരടിച്ച് തകർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിൽ. അത് കാരണം ഞാൻ കാർ എടുത്തില്ല. നഷ്ടപ്പെട്ടാലും എനിക്കല്ലയോ. ഞാനത് കാരണം ഊബർ വിളിച്ചായിരുന്നല്ലോ ഇവിടെ വന്നത്. ഇവിടെ ഞാൻ അകത്ത് കയറി. എൻ്റെ പട്ടികളെല്ലാം പട്ടിണിയാണ്, അവർക്കൊന്നും ആഹാരം വെക്കാനോ കൊടുക്കാനുള്ള സൗകര്യം ഇല്ല. ഇവിടെ വെള്ളവും കാര്യങ്ങളും അതൊന്നുമില്ല. അപ്പോൾ ഞാൻ പെഡിഗിരി മേടിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അങ്ങോട്ട് വെച്ചപ്പോൾ തന്നെ ഇവന്മാർ കറണ്ട് പോയിട്ട് ഇവന്മാരെല്ലാം കൂടെ വന്ന് ഇത് അടിച്ച് തകർത്ത്, മുഴുവൻ അടിച്ച് തകർത്ത്. എല്ലാ ജനലിലും അതിനകത്തൂടെ എല്ലാം ഏതാണ്ടൊക്കെ കല്ലും എല്ലാം മാറി ഏറുമായിരുന്നു. ഇനിയിപ്പോൾ ഇന്നെന്താ സംഭവിക്കുന്നത്? ഇന്നലെ ഇതുപോലെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ എൻ്റെ ഡോഗ്സിൻ്റെ എണ്ണം എടുക്കാൻ, കാര്യം RDOയുടെ ഇല്ലീഗൽ ഓർഡറാണ്, അതൊരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരെല്ലാം കൂടെ വന്നിട്ട് ഞാൻ നോക്കുന്ന ഡോഗിനെ ഇവർക്ക് കൊണ്ടുപോകാൻ എന്താണ് അധികാരം? അവർ വന്നിട്ട് ക്യാച്ചറില്ലാണ്ട് അവരുടെ വക പേടിപ്പീരത്. ഒരു ചെറിയ കൊച്ചാണ് ഇവിടെ ഉള്ളത്. ആ കൊച്ചു സ്കൂളിൽ പോലും പോകുന്നില്ല. ഇവിടുന്ന് എങ്ങനെ പോകാനേ? വെള്ളവും ഇതൊന്നും ഇല്ലാത്തൊരു സാധനം എങ്ങനെ സ്കൂളിൽ പോകും?
ആ കൊച്ചിനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. അതിന് ആഹാരം കഴിക്കാൻ വേണ്ടി വിശന്നിട്ട് അത് പോയതാ. അതിനെ ഓടിച്ചു വിട്ടു. അന്ന് സംഭവം ഉണ്ടായിരുന്ന കൊച്ചിനെ ഇവിടെ നിന്ന് അവന്മാർ രണ്ടുപേര് കാറിനകത്ത് നിന്ന് വലിച്ചിറക്കി ഞങ്ങളെ തല്ലിയെന്ന്. ഇതെല്ലാം പോലീസുകാർ കണ്ടിട്ട് അവിടെ നിൽക്കുന്നത്. അവരുടെ മുന്നിട്ട് ഞങ്ങളെ കൊന്നാലും അവർ ചെറുവിരൽ അനക്കത്തില്ല. അവർ സ്വമേധയാ കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെങ്ങോട്ടാണ് പോകേണ്ടത്? എന്നിട്ട് ആ ചേച്ചി ഒരുപാട് പേര് ടൗണിൽ തടഞ്ഞു നിർത്തി പോലീസുകാർ, ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ. അവർ മാപ്പ് പറഞ്ഞെങ്കിലേ പോലെ ഒരു ലൈവ് ഇട്ടായിരുന്നു ഇവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ. മാപ്പ് പറഞ്ഞെങ്കിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ചു, ചേച്ചിയും വിളിച്ചു. കാര്യം ഫോൺ എടുക്കാൻ സമ്മതിക്കത്തില്ല, അവർ പിടിച്ചു പറിക്കുക, അവരെ എടുക്കാൻ സമ്മതിക്കുകയല്ല. പിന്നെ സംഭവം അറിഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാനും വിളിച്ചു, ഇവരും വിളിച്ചു. പോലീസുകാർ വന്ന് അപ്പോഴും അവരുടെ വണ്ടിയിലല്ല അവർ കൊണ്ടുപോകുന്നത്. ഒരു ഓട്ടോ ഏർപ്പാട് ചെയ്യുന്നത്. ഓട്ടോക്കാരനാ ചേച്ചിയെ വേറെ വഴിയെ കൊണ്ടുപോയി. വേറെ വഴി കൊണ്ടുപോയിട്ട് പിന്നെ പോലീസുകാർ ചെന്നിട്ടാ. അതൊക്കെ ഇവിടുത്തെ ക്രിമിനൽസും അല്ല. ഇവിടെ എല്ലാവരും ക്രിമിനൽസാണ്. ഒരു പോലീസ് സ്റ്റേഷനും ഒരു MLA ആണെങ്കിലും വാർഡ് മെമ്പർ ആയാലും ഇവിടുത്തെ നാട്ടുകാരായാലും അതൊരു പ്രത്യേകതരം രാജ്യമാണോ? ഈ നാട്ടുകാർ പറയുന്നത് ഇങ്ങനൊരു പ്രശ്നം ആളുകൾക്ക് ഭയങ്കര അസഹനീയമാണ്, ഇവിടുത്തെ ദുർഗന്ധം വരുന്നു, പട്ടികളുടെ കൊല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് മാറാത്തത്? ഇവിടുന്ന് ഞാൻ എങ്ങോട്ടാ മാറേണ്ടത്? സർക്കാർ തല എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇവിടെ ഷെൽട്ടറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഞാനിവിടെ പണിയെടുത്താൽ ഞാൻ ആകെ ഇറങ്ങുന്ന 2 മണിക്കൂറാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന പണി. ഇപ്പോൾ എൻ്റെ ജീവിതമാർഗ്ഗം കൂടില്ല. അതാ എനിക്കിനി എങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. കാര്യം ഈ പ്രശ്നത്തിനിടെ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകളിൽ ഫുഡ് കൊടുത്താണ് ഞാൻ എൻ്റെ ജീവിതമാർഗ്ഗം കണ്ടെത്തുന്നത്. ഇപ്പോൾ എനിക്കിവിടെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഫുഡ് കൊടുക്കുന്നില്ല. ഞാൻ എങ്ങനെ കൊടുക്കാനാ? ഞാനിപ്പോൾ എങ്ങനെ ഇവരെ സംരക്ഷിക്കുന്നത്? അതുപോലുള്ളൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും ആരെടുത്തൊന്നും ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും ആർക്കും പരിശോധിക്കാം. ഞാൻ ആരുടെയും ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടല്ല. ഞാൻ പണിയെടുക്കുന്ന കഷ്ടപ്പെടുന്ന പൈസ എടുത്തിട്ടാണ് ഇവരെ ഇത്രയും പേരെ നോക്കുന്നത്. ഇത് ഗവൺമെൻറ്റിന് നോക്കിക്കൂടെ? ഇവിടെ ഒരുപാട് ഒഴിഞ്ഞ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ കിടപ്പുണ്ടല്ലോ. ഞാൻ ഒരുപാട് അതിനൊക്കെ ട്രൈ ചെയ്തു. ആർക്കും തരാൻ തയ്യാറില്ല. പിന്നെ എന്തിനാണ് ഈ പ്രോപ്പർട്ടി എടുത്തിട്ട് എന്നെ എന്നിട്ട് ഈ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഈ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും വന്ന് കാലത്തും വൈകിട്ടും എന്നെ ഉപദ്രവിക്കുന്നത്. ഞാൻ എന്തോ ചെയ്യേണ്ടത്? ഞങ്ങൾ ഇന്നിപ്പോൾ രാത്രി ഇനി ഇവിടെ എന്തോ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി, ഞാൻ പുറത്ത് പോകുന്ന എനിക്ക് താമസിച്ചേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര നേരത്തേന് ഒരു ചേച്ചി, ഊർമിള എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഇവിടെ ഞാൻ ആക്കിയിട്ട് പോയി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ ചേച്ചി പോകാൻ ഇറങ്ങിയപ്പം ഇവിടെ ജോളി തോമസ് എന്ന് പറഞ്ഞ ഒരു പ്രവാസികളുടെ എന്തോ ആളാണെന്ന് അറിഞ്ഞത്. അയാളും ഈ സിജോയും കൂടെ ചേർന്ന് അവരെ തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ പാൻറ്റ് വലിച്ചു കീറി അവരുടെ ദേഹത്ത് പിടിച്ച് ഞെക്കി അവരെ ഒരുപാട് ഉപദ്രവിച്ചു. അവരുടെ ഷാൾ വലിച്ചൂരുകയും ചെയ്തു. അവരുടെ ഹസ്ബൻഡിനെ ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് അസഭ്യം പറഞ്ഞ് അവരുടെ ഹസ്ബൻഡുമായിട്ട് ഇപ്പോൾ പ്രശ്നമായിട്ട് അവരുടെ ജീവിതം പോലും ഇല്ലാതായ അവസ്ഥയിൽ അവരുടെ വണ്ടി ഡാമേജ് ആക്കി, ഓടിക്കാൻ പറ്റാത്ത രീതിയിലാക്കി. അങ്ങനെയൊക്കെ അവരെങ്ങനെയൊക്കെയോ പിന്നെ ഓടി കുന്നത്തുനാട് പോലീസ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഒന്നാമത്തെ കാര്യം. ഇതിനകത്തെ പ്രധാന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കുന്നത്തുനാട് പോലീസിൻ്റെ അറിവോടാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ 12 പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരെണ്ണത്തിനല്ല. അത് അന്ന് SP വിളിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ പേര് മാത്രം ഒരു FIR ഇട്ട്, ബാക്കി ഇത്രയും നടന്നിട്ട് ഒരു FIR ഇട്ടിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ അത്ര ഉപദ്രവിച്ചിട്ട് അവർ രാത്രി ഓടി കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവർക്ക് വയ്യ, അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് അവർ തയ്യാറായില്ല. പിന്നെ ആ ചേച്ചി 4-5 മണിയായപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഇൻറ്റിമേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വനിതാ ഹെൽപ്പ് ലൈനിൽ എന്നും വിളിക്കും, ഇവിടുത്തെ റെക്കോർഡ് എടുത്താൽ അറിയാം. അപ്പോൾ ഈ കുന്നത്തുനാടിലെ SHO പറഞ്ഞത് അവിടെ ഇൻറ്റിമേഷൻ അവിടെ നിന്ന് ചെന്നിട്ടില്ല, അവിടെ പരാതിയായിട്ട് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. പഞ്ചായത്തുകളൊക്കെ ചെയ്യേണ്ട ഒരു ജോലിയാണ് വീണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെരുവിൽ കിടക്കുന്ന നായ്ക്കളെയൊക്കെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ നായ്ക്കൾക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളൊക്കെയാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയൊക്കെയാണ്. പക്ഷേ അതൊന്നും കൃത്യമായി ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ വീണ ഒരു സൽപ്രവർത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ നാട്ടുകാർക്ക് അത് വലിയ ശല്യമാണെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു ജനവാസ മേഖലയാണ്. ഇവർക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടൊരു സ്ഥലം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷെൽട്ടർ കണ്ടെത്തി സർക്കാർ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് അധികൃതർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാറാമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് മറ്റെങ്ങും ഒരു സ്ഥലം കിട്ടാത്തൊരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും മാറാൻ പറ്റാത്തത്. അല്ലാതെ വാശി പിടിച്ച് ഇവിടെ തന്നെ നിൽക്കുകയല്ല. അങ്ങനെ ഒരു ഷെൽട്ടർ ഹോമോ അല്ലെങ്കിൽ ഇവർക്ക് ആ രീതിയിൽ ഈ നായ്ക്കളെ സംരക്ഷിക്കാനൊരു സ്ഥലമോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും എത്രയും വേഗം മാറും. ഇത് മാറാത്തത് കൊണ്ടാണ് ഈ നാട്ടുകാർ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്നത്. പക്ഷേ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യം ഇങ്ങനെ കായികപരമായി നേരിടുന്നത് ശരിയായ കാര്യമല്ല. നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട്. ആ ഒരു നിയമത്തിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. അല്ലാതെ ഇത്തരത്തിൽ UP-യിലൊക്കെ കാണിക്കുന്ന പോലെ വീടടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്തല്ല ഇത്തരത്തിൽ ഇവരെ ദ്രോഹിക്കേണ്ടത്. നിയമപരമായി ഇവരെ നേരിടുക, അത്തരത്തിൽ നിയമപരമായി ഇവരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വീട്ടിൽ കയറി അവരെ ഉപദ്രവിക്കുക, തല തല്ലി പൊട്ടിക്കുക, വീട് മുഴുവൻ അടിച്ച് തകർക്കുക ഒന്നുമല്ല ചെയ്യേണ്ടത്.
ഇത്തരത്തിൽ നിരവധി തവണ ഇവരെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇത് കേരളമാണ്, ഇവിടെ മറ്റൊരു നിയമമില്ല. ഇന്ത്യയിലെ എല്ലാ നിയമവും തന്നെയാണ് ഇവിടെയും അനുസരിക്കേണ്ടത്. നാട്ടുകാർ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കരുത്. പോലീസ് ഇത്തരക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണം. സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇവർക്ക് ഈ നായ്ക്കളെ മറ്റെവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം. കൊച്ചിയിൽ നിന്നും ടി. അഭിശങ്കറിനൊപ്പം ആർ. പിയൂഷ്, മറുനാടൻ TV.